ഇതെന്റെ സിസ്റ്ററാ. ഇവൾക്ക് താങ്കൾ കണ്ടപ്പോ നല്ല ക്രഷ് അടിച്ചു പറഞ്ഞേ. അതാണ് എന്റെ അനിയത്തി. എന്നാ അവളെയും കൂട്ടിയിട്ടാ ഞാൻ പ്രാങ്കിന് വന്നേക്കണേ. പക്ഷെ ഒരു ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത് അവളെയാണ് നയിച്ചിട്ട് ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോണേ. അപ്പോ അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മാളിലേക്ക് വന്നിരിക്കുന്നത്, നമ്മുടെ നാട്ടിലത്തെ ഒരു മാൾ തന്നെയാ. അപ്പൊ ഇവിടെ വന്നിട്ട് ആൾക്കാര് ഒരു പൊതുവെ ഒരു ഞായറാഴ്ച കൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പോ ഇന്നത്തെ പ്രാങ്ക് എന്താ ചെയ്യണേന്ന് അറിയാം. സംഭവം എന്താന്ന് വെച്ചാ, ഇപ്പോ വല്ല ഗേൾസ് അത്യാവശ്യം കാണാൻ കൊള്ളണ വല്ല ഗേൾസിനെ കാണാൻ അവരടുത്ത് ഞാൻ പോകും. അപ്പൊ നീ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ അവിടെ പോയിട്ട് പറയും എനിക്ക് കുട്ടീനെ കണ്ടപ്പോ ക്രഷ് ആയി, നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി തരൂ എന്നുള്ള രീതിക്ക് സംസാരിക്കും. അപ്പൊ നീ ഇങ്ങനെ പറയാതെ എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ പൊക്കി പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇൻസ്റ്റ ഐ ഡി കിട്ടുമല്ലോ നമുക്ക് നോക്കാം. അതാട്ടെ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ എന്താ ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ സപ്പോർട്ട് ചെയ്യണെന്ന് വെച്ചാ എന്നെ പറ്റി ഇങ്ങനെ പൊക്കി പറയാം, നല്ലൊരു ചേട്ടനാണ്, കാണാനൊക്കെ അടിപൊളിയാണ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സത്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ അതെ കണ്ണുകൂടെ നിന്നോട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു വന്ന നീ ഇത് കോളാക്കാൻ തോന്നുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, കാര്യം പറയണ്ടായിരുന്നു. ഇതെന്റെ സിസ്റ്ററാ. ഇവൾക്ക് താങ്കൾ കണ്ടപ്പോ നല്ല ക്രഷ് അടിച്ചു പറഞ്ഞേ. ഇതാണെങ്കിൽ ലെസ്ബിയനാണ്, കല്യാണ പ്രായമായി, ക്രഷ് അടിച്ചു പറഞ്ഞു താങ്കൾ കണ്ടപ്പോ. നമ്പർ ഒന്ന് കൊടുക്കാൻ പറ്റുമോ? എന്ത് ചിരിക്കണേ, ഇവള് ടെൻഷനായി ചിരിക്കൂ. അതെ ആണോ? ഇഷ്ടമായി ഇവള് കണ്ടപ്പോ? കണ്ണിന് പ്രശ്നമുണ്ട്. അതെ കണ്ണിന് പ്രശ്നമുണ്ട്. അതെ അതെ ഏയ് നീ ഇവിടെ ടെൻഷനായിട്ട് പറയുന്നത് അല്ലല്ല. എടേ നീ ലൈക്ക് കളവൊന്നും പറയണ്ട. നമ്പർ ഇഷ്ടപ്പെടുന്ന നമ്പർ കൊടുത്തോ, അല്ലെങ്കിൽ ഇൻസ്റ്റൈഡ് എടുത്തോ. അല്ല ഇവള് എടേ കുഴപ്പമില്ല, കല്യാണം കഴിക്കുമ്പോ നിങ്ങൾക്ക് ചെക്കന് പെണ്ണിനെ കിട്ടണില്ല, അതാണ് പ്രശ്നം. എന്താണ് കണ്ടപ്പോ എന്താ തോന്നിയോളെ? ഇഷ്ടായോ? രസമുണ്ടെന്ന്? അപ്പൊ ഓക്കെ, നിങ്ങൾ സംസാരിച്ച് ഞാൻ മാറിക്കാം. നമ്പറാണ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ. എന്തേലൊക്കെ മിണ്ട്, ഇങ്ങനെ നിക്കാണ്ട്. ഇതിലാരാ മാൻ ഓഫ് ദ റിലേഷൻഷിപ്പ്? ആർക്കാവന താല്പര്യം? ഇവിടെ മാനാവോ, നീ വുമാണ്. ഓക്കെ ഓക്കെ എന്തേലും കൊടുക്കണം, ഞാൻ മാറിക്കണോ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ? പേരെന്തായിരുന്നു? നിങ്ങൾ പേരൊന്നും പറഞ്ഞില്ല. പേര് പറഞ്ഞോ? ഓക്കെ ഇൻസ്റ്റന്റ് എന്തെങ്കിലും കൊടുക്കണ്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഉറപ്പിക്കാം. കുറെ നാളൊരു പെണ്ണിനെ തപ്പണു, ആരും ഇങ്ങനെ ലബനീസാന്ന് പറയുമ്പോ സമ്മതിക്കണില്ല, അതാണ് പ്രശ്നം. നമ്പർ എന്തെങ്കിലും കൊടുക്കണ്ടോ? നീ കൊടുത്തോ? അതെ നിങ്ങളുടെ എല്ലാവരും പേരെന്താ? അതെ ചെറിയായിട്ടൊരു പ്രാങ്കിന് എടുത്താട്ടെ. കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റയിലെ ഗ്ലാസ് കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഓ ചെറുതായിട്ടൊരു പ്രാങ്ക് എടുത്തായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാലേ ഇവൾക്കൊരു പണി കൊടുത്തത് ഞാൻ അവളടുത്ത് വേറെ ഒരു വിഷയമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇവിടെ എത്തിയപ്പോ നൈസായിട്ട് ഇവൾക്കൊരു പണി കൊടുത്തതാ. സത്യം പറഞ്ഞ ഇൻഡയറക്റ്റ് ആയിട്ട് എന്റെ അനിയത്തിക്ക് ഞാൻ ഒരു പ്രാങ്ക് കൊടുത്തതാ. അതൊരു കണ്ടന്റ് ആക്കാൻ വന്നേക്കായിരുന്നു എന്റെ അനിയത്തിനെ പ്രാങ്ക് ചെയ്യുന്നത്. ഒരു ഹായ് പറഞ്ഞ ക്യാമറ. അപ്പൊ ഓക്കെ ശരി, താങ്ക് യു സഹകരിച്ചേന്. നമ്പർ തന്നെ കൊടുക്കണ്ട. ശരി എന്താന്ന് ഓ ഫാൻസിലെ ഇതെന്നെ പറ്റിച്ചതാണ് സത്യം പറയാ. ഷോക്കെ ആദ്യം കേട്ടപ്പോ ഞാൻ കണ്ടന്റ് മാറിയാന്നില്ലേ? ആദ്യം എനിക്ക് തെറ്റി പറ്റിയാണ്. കണ്ടന്റ് എനിക്ക് മാറിപ്പോയാന്ന് വിചാരിച്ചു.
ചതിച്ചു guys. ശരിക്കും ഞാൻ ലബനീസല്ല കേട്ടോ. എനിക്കത് തോന്നി, കാരണം ഇവൻ മാറി നിന്നിട്ട് ഇൻട്രോ എടുത്തിട്ട് വരാം. ആ ഇൻട്രോയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളുടെ അടുത്ത് നൈസായിട്ട് ഇവിടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നൈസായിട്ട് ഞാനൊരു ഇൻട്രോ എടുത്തിട്ട് വരാം, നീ അവിടെ വെയിറ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മാറുന്നുണ്ടായിരുന്നേ. ഞാൻ ഇൻട്രോ തന്നെയായിരുന്നു പറയേണ്ടായിരുന്നത്. കുട്ടിക്ക് ശരിക്കും ഇഷ്ടമായി തോന്നുന്നുണ്ട്. സന്തോഷം. ഗൈസ്, അപ്പൊ നമുക്ക് എന്നെ ചതിച്ചില്ലേ, അപ്പൊ നമുക്ക് ഇവനെ വെച്ചിട്ട് ആ വീഡിയോ സെയിം തന്നെ എടുക്കാന്ന് വെച്ചാൽ രണ്ടാം പിള്ളേരുടെ അടുത്തേക്ക് പോണു. ഇവന് ഇഷ്ടാണെന്നുള്ള കുണ്ടൻ ലൈക്ക് ഗേ ലൈക്ക് അങ്ങനെ ഒരു ടൈപ്പ് ആയിട്ട് എടുക്കാന്ന് വെച്ചാൽ രണ്ടുപേരും സംഭവം അഭിനയിക്കാട്ടോ. കാരണം ഇവൾക്ക് തീരെ ഭയങ്കര വാശി പിടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ നിന്നെ ചെയ്തോണ്ട് അന്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ഞാൻ അഭിനയിച്ചാലേ ഇത് എനിക്ക് അവിടെ പക്ഷെ ഓക്കെ. നമ്മൾ ഒരിക്കലും പ്രാങ്കില് എന്താ പറയാ, നമ്മള് ജെന്യൂൻ റിയാക്ഷൻ നോക്കണേ. അതാണ് നമ്മുടെ പ്രാങ്കിന്റെ ഒരു പ്രത്യേകത. അപ്പൊ പക്ഷെ ഇതെന്തായാലും ഇതിന് ശരിക്കും മെയിനായിട്ട് ഇത്രയും നേരം ഇവളുടെ റിയാക്ഷൻ ആയിരുന്നു കിട്ടാൻ നോക്കണ്ടായിരുന്നു. ഇനി പറയാൻ പോണ ഓപ്പോസിറ്റ് ഞാൻ അങ്ങനെ അഭിനയിക്കില്ല. ഞാൻ ഇനി ഓപ്പോസിറ്റ് ആളെ പ്രാങ്ക് ചെയ്യോ ഇവള് പോയിട്ട് അവരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇവളെ ചേട്ടന് ഇഷ്ടായില്ലേ? എനിക്ക് ഇത് പറയോ ടെൻഷൻ. എന്താ പേര്? ജോസ് ആണോ? എന്റെ ഒരു സഞ്ജു. അതെ. ഇൻസ്റ്റയുടെ നമ്പർ എന്തേലും തരൂ? നമ്പറൊക്കെ വേണോ സംസാരിക്കാൻ? കല്യാണ പ്രായം അപ്പൊ അമ്മ പറഞ്ഞിട്ടതാ, കിടന്ന് നോക്കിട്ട് വായോ. എനിക്ക് പ്രായമായിട്ടില്ല. അല്ല കുഴപ്പമില്ലല്ലേ? എത്ര വയസ്സാ? എനിക്ക് 17 ആയിട്ടുള്ളൂ. 17 18 ഇതിപ്പോ ഇത് കണ്ടപ്പോ അതിപ്പോ അല്ല ഷെയ്ക്കും ഇത് കിട്ടോ ഡൗറി? ഡൗറി ഇപ്പൊ തരാനായിട്ട് നമ്മളിപ്പോ വീട്ടിൽ തന്നെ അടിച്ച് പുറത്താക്കും കല്യാണം കഴിച്ചാ. അപ്പൊ എന്തായാലും പൊളിച്ചോടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തണ്ടേ. ഞാൻ നിങ്ങളെ വീട്ടിൽ കേട്ട് വരാം. എനിക്കത് ഇഷ്ടയേ മീശിന്റെ ആടെയുള്ളവരെ ദൈവമേ, വീഡിയോ എടുത്ത് പബ്ലിക് ആക്കല്ലേ കേട്ടോ. ഞങ്ങൾ ഭയങ്കര സീക്രട്ട് ആയിട്ട് അയക്കുന്നതാ. ഏകദേശം മനസ്സിലായി. അതെയാ? എന്നെ ഇഷ്ടായോ? നമ്പർ എന്നെ ഇഷ്ടായോ? ശരി, ഞാൻ തരാം. രാത്രി വിളിക്കില്ലേ? രാത്രി വിളിക്കാം. ചേട്ടന്റെ നമ്പർ പറ്റില്ല. ചേച്ചി ഇവിടെ എന്താ റോള് കണ്ടുപിടിക്കാൻ വന്ന? അമ്മ പറഞ്ഞു വിട്ടതാണ് കല്യാണ പ്രായേ. അതാ 6769. ആ ഓക്കെ ഏകദേശം കിട്ടി. അപ്പൊ ഓക്കെ വിളിക്കില്ലേ? വിളിക്കാം. അല്ല നമ്പർ പറഞ്ഞില്ലേ? നമ്പർ കുഴപ്പമില്ല, ഞാൻ വരാം. എങ്ങട്? അത് തപ്പി പിടിക്കാം. വീട് ഇവിടെ അടുത്താ. വീടൊന്ന് പറഞ്ഞുതരോ? ഞാൻ ഇങ്ങോട്ട് വരാൻ. ചെക്കൻ കാണല് നടത്തണ്ടേ? സെക്കൻഡ് കാർഡോ? അതാണ് എനിക്ക് ഇവനെ മതി. എനിക്ക് ഇവനെ മതി. എന്നെ മതിയില്ലേ? ചെക്കൻ കാണല് എപ്പോഴാ നടത്തണ്ടേ? എപ്പോ ആണെങ്കിലും വന്നാ വീട്ടിക്ക്, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം കൂടിയും, വാസ്തന ഹൊയ്യേ. ഞാൻ എന്തായാലും കാണിച്ചു കൊടുക്കാം. വാസ്തന ഹൊയ്യേ. അതെന്താ? എനിക്കറിയില്ല. വാസ്തന ഹൊയ്യേ. എന്താ വാസ്തനം പയ്യ? വാസ്തന ഹൊയ്യേ. ബ്രോ നിങ്ങളുടെ പേരൊക്കെ എന്താ? ജോസ്. നിങ്ങളുടെ പേര്? ബ്രോന്റെ പേര്? പാകിസ്ഥാനാ? പാക്സ്റ്റൺ. ഓക്കെ. ബ്രോന്റെ പേര്? ആന്റോണിയോ. ബ്രോന്റെ പേര്? ജോൺസ്. ഓ വെറൈറ്റി പേരാലോ. അതാണുള്ള വെറൈറ്റി. ഓക്കെ ബ്രോ, നമ്മളപ്പോ നിങ്ങള് ഏകദേശം പ്രഡിക്ട് ചെയ്ത പോലെ ചെറിയൊരു കണ്ടന്റ് ആയിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ചേച്ചിനെ കണ്ടിട്ടുണ്ട്. നിങ്ങള് നവ്യ ബേക്കറിയിൽ അടിപൊളിയായിരുന്നു കേട്ടോ ബ്രോ റിയാക്ഷൻ. ശരിക്കും എത്ര വയസ്സുണ്ട്? എനിക്ക് 18. ഓക്കെ, അപ്പൊ ബോക്സ് അല്ല. ഐഡിയ ഒന്ന് പറയോ? കാണാനേ വരുമ്പോ വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടൊന്നായിരുന്നു. അതെത്തും. സർപ്രൈസ് ആവട്ടെ അല്ലേ? ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വീഡിയോ ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ആർക്കും വീഡിയോ ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ശരി. ശരി.
സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. അത് നീ വീഡിയോ ഇടുമ്പോ അറിയാം സക്സസ്ഫുൾ ആയോ ഇല്ലയോ. നീ കുണ്ടലിനും കൂടി വരാമോ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് സംഭവം നമ്മുടെ ആദ്യത്തെ പ്രാങ്ക് വ്ളോഗാണ്. പ്രാങ്ക് വീഡിയോസ് കുറെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാങ്ക് വ്ളോഗ് ആദ്യമായിട്ട്. പിന്നെ ആദ്യം എടുക്കുന്ന വ്ളോഗ് പോലെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എത്ര നേരം നിന്നിട്ട് അറിയോ. ഞങ്ങളിവിടെ 7 മണി 7:30 എത്തിയിട്ട് ഇപ്പൊ പോകുമ്പോ സമയം 10 മണിയുണ്ട്. നിങ്ങൾ കാണുമ്പോൾ 10 മിനിറ്റിന്റെ താഴെയുള്ള വീഡിയോ കാണണ്ടോ. പക്ഷെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മെനക്കെട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യട്ടാ. പിന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാലേ. അതെ, കമന്റ് ഇട്ടോളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോ. അതെ, ചാപ്രയുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ക്രിഞ്ചേഷായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ നോക്കാം. അതെ, ഇത് ഫസ്റ്റ് വ്ളോഗ് ആയിട്ട്. പിന്നെ ഇതിപ്പോ നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല, മാള് ഇഷ്ടം പോലെ ആൾക്കാരാ. ഇവരൊക്കെ മുമ്പേ വെച്ചിട്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ കയ്യും പിടിച്ച് ഇങ്ങനെ സംസാരിക്കാന്ന് വെച്ചാ ഞാൻ സമ്മതിച്ചിട്ടാ. കാരണം ഒരു വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാട്, അതും പബ്ലിക്കിൽ ഇറങ്ങി വീഡിയോ എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാ. ഞാൻ മറ്റേ വീഡിയോയിൽ തന്നെ കൊളാക്കിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് തുടക്കമൊക്കെ കാണുമ്പോ ഒരുമാതിരി ക്രിഞ്ച് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം നല്ല വരച്ചിട്ട് സംസാരിക്കണ്ടായിരുന്നേ. നമുക്ക് പിന്നെ ഒരു ചലഞ്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് മെല്ലെ ചെയ്തു തുടങ്ങാം. പ്രാങ്ക് വീഡിയോസ് മുന്നോട്ട് പോകാൻ എത്ര നാൾ പോകുന്ന എനിക്ക് ഇപ്പഴേ ഡൗട്ട് ആയിട്ട് തുടങ്ങി. കാരണം ഭയങ്കര പാടാണ് ഒരു പ്രാങ്ക് വീഡിയോ എടുക്കാറ്. ഇറങ്ങുമ്പോ ഫസ്റ്റ് ഒക്കെ എളുപ്പമാണ്, നമുക്ക് നമ്മളാരും അറിയില്ല. പിന്നെ വീഡിയോസ് ഒന്നും റീച്ച് അല്ലെങ്കിൽ ഓക്കെയാ. പക്ഷെ ഇതിന് വീഡിയോസ് കുഴപ്പമില്ലാണ്ട് റീച്ച്, ഞാൻ ഇതാക്കി പറഞ്ഞല്ല കേട്ടോ, വീഡിയോസ് റീച്ചുള്ള കാരണം കുറെ പേർക്കൊക്കെ മനസ്സിലായി. പിന്നെ ഈ മെറ്റേന്റെ ഗ്ലാസ്, ഇത് ക്യാമറ, ഇത് കാണുമ്പോ പെട്ടെന്ന് ആൾക്കാർ സ്റ്റാർട്ടിങ് എടുത്തു തുടങ്ങിയ ടൈം നല്ലായിരുന്നു. കാരണം ഇത് അധികം അറിഞ്ഞു വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും അറിയാം ഈ ക്യാമറന്റെ കാര്യം. അപ്പൊ ഞങ്ങള് എന്താ പറഞ്ഞതെന്ന് വെച്ചാ, നമുക്ക് മെല്ലെ മെല്ലെ ചെറിയ ചാലഞ്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് എടുത്തു തുടങ്ങാൻ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. പ്രാങ്ക് വീഡിയോസ് ഇല്ലാന്നല്ല, നമുക്ക് ഇടയിലും അതേപോലെ ചെയ്യാം. നിങ്ങൾ നല്ല നല്ല കണ്ടന്റുകൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തെങ്കിലും ചാലഞ്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ടുള്ളത് അത് ട്രൈ ആക്കാൻ നോക്കാം. കുറച്ച് വെറൈറ്റി സാധനങ്ങളാവട്ടെ, നല്ല കണ്ടന്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി ഇംഗ്ലീഷാ അത് മലയാളത്തിൽ ഇംഗ്ലീഷ് പറഞ്ഞ കുഴപ്പമില്ല. അപ്പൊ ഈ വീഡിയോ കണ്ടേന് ഇംഗ്ലീഷ്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബാക്കി അപ്പൊ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് കേട്ടാ. ഇനി പ്ലീസ് സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ, അതൊക്കെ ബെല്ലൈക്കൺ അടിച്ചമർത്തി ഇംഗ്ലീഷ് പറ. enable please enable the bell button and please do subscribe our channel. CBSE പഠിച്ചതിന്റെ ഒരു ഗുണങ്ങള് ശരി. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൺ അമർത്താം. ഓക്കെ, ബൈ ബൈ.